പഠിച്ച തമ്പുരാനെ, ആ പിരാഗി തള്ളയുള്ളത് ഇനി ഇന്ന് വെറുതെ പോവാണ്. ഞാനേ ഓലെ എളാപ്പാക്ക് ഇന്നൊന്ന് കാണണം നടക്കും. അയാളും കൂടിയും കണ്ടാലേ കല്യാണം നടക്കുള്ളൂലേ. ആ അപ്പൊ ഒന്ന് പോയി നോക്കട്ടെ. ഫാറൂഖിന്റെ അവിടെ കാത്തുക്കണു. ഞാൻ ഓന്റെ അടുത്തേക്ക് പോയി നോക്കട്ടെ. ഓന്റെ അടുത്ത വണ്ടി ഒരു നല്ല വൈക്കിറങ്ങുമ്പോ ഈ കരിന്തള്ള നാളിട്ട് കണ്ട് പീരായിത്തള്ള ഇന്നും മുടങ്ങിയത് തന്നെ. ആ രാകേഷ എവിടെ പോണു? ഞാനേ ഇന്നലെ ഒന്ന് കണ്ടു വന്നീന്നല്ലോ. അത് ഏകദേശം ശരിയായ മട്ടാണ്. അപ്പൊ ഒരേ എളാപ്പാക്ക് കാണണം ഇറങ്ങാണ്ട് ഇപ്പൊ അങ്ങാടിയിൽ കാത്തിട്ടുണ്ട്. ആ അപ്പൊ ഫാറൂഖിന് വരാറുണ്ടോ? ഞാനും അവനും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. അല്ല ഇജ്ജ് ഇന്നലെ പോയിട്ട് എന്തായി? എന്താ ഗവൺമെന്റ് ജോലി കാണാം. എന്തൊക്കെയാണ് ഈ ഗവൺമെന്റ് ജോലി കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്നത്? ആ അതെനിക്കറിയില്ല. എടാ ഗവൺമെന്റ് ജോലിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 5 മിനിറ്റ് കൊണ്ട് തീർക്കണ പണിയില്ലേ, അതുപോലെ അരമണിക്കൂർ വെച്ചേ തീർക്കുള്ളൂ. ആ അതാണ്, അങ്ങനെ ഒരു മെച്ചുണ്ട്. ഇപ്പത്തെ കുട്ടികളൊരു കാര്യം. അല്ല അന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ, ഇനി ലാസ്റ്റ് ടൈമിൽ എന്തിനാ ഈ അങ്ങാടിയിൽ വെച്ചിട്ട് എളാപ്പാനായിട്ട് ഒരു കൂടിക്കാഴ്ച? എടാ ഓലെ തറവാട്ടിൽ എളാപ്പാന്റെ വാക്ക് അവസാനത്തെ വാക്കാണ്. അയാളോട് ഇങ്ങോട്ട് ഉറപ്പിച്ചാലേ കല്യാണം നടക്കുള്ളൂ. ഇജ്ജ് വന്നാ ആ അതാക്കണു അയാളെന്നല്ലേ ഇന്നാൾ കൊടുക്കുന്ന ചെക്കനെ പോലെ തന്നെ ആവോ? അങ്ങനത്തെ ചെറുക്കനൊന്നല്ല, ദീനായിട്ടുള്ള ചെറുക്കനാണ്. 5 ഒക്കെ നിസ്കരിച്ചും. ഇങ്ങനത്തെ ചെറുക്കനെ എനിക്ക് ദുനിയാവിൽ ഇനി കിട്ടൂല. അമ്മാരി അടിപൊളി ചെറുക്കനാ. അന്ന് ഉച്ചക്കനൊക്കെ തന്നെ പറഞ്ഞേ. അന്നത്തെ മാരിയല്ലെന്ന്, കാലം മാറിയില്ലേ. ആ അതാ ആ വരുന്ന പോലെ ഞാൻ പറഞ്ഞ കൂട്ടരെ പോലെയാണ്. വോൾട്ടേജ് കുറച്ച് കമ്മി ഉണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ചെറുക്കന്. ഇതൊന്നും ഇങ്ങോട്ട് വന്നാ നിസ്കാരം കൂട്ടൊക്കെ ഉണ്ടോ? അതുണ്ടേ. എന്നാ സുബൈ എത്ര കയത്താ? 5 5 10 10 പഠിച്ച തമ്പുരാനെ പറഞ്ഞേ കുറഞ്ഞോ. 15 15 സുബൈ. എന്നാ വിട്ടോ, വിട്ടോ. ഇങ്ങോട്ട് പോന്നച്ച് ആകെ കൊളാക്കി. സുബി എത്ര റക്കാത്താൻ അറിയില്ലേ? 2 പറഞ്ഞു. പോയിക്കാജ് അവിടുന്ന് 15 പറഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടില്ല. പിന്നല്ലേ 2.